ഒരർദ്ധരാത്രി ഉദിച്ചു തീരുന്നതിന് മുമ്പ് പെയ്തു തീരുന്നതിന് മുമ്പേ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറിന്റെ പദവിയിലേക്ക് ഒരു സംഘപരിവാർ ചായ്വുകാരനെ എടുത്തു വെക്കുമ്പോൾ ഈ രാജ്യത്തിനകത്തെ നാട്ടിനകത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പരിശോധിച്ചു. നിശബ്ദതയായിരുന്നു. എന്നിട്ട് എവിടെ നിന്നോ എഴുന്നേറ്റ് വന്ന മഴയിൽ നനഞ്ഞൊരു കോഴിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗവർണറുമായി ഗുസ്തി പിടിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന്. അതെ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ RSSനോട് ആക്രമണോത്സുകമായ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും RSSനോട് എതിരു നിൽക്കാൻ കഴിയുകയില്ല. RSS കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടയിലെഴുയുന്ന രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളുടേതെങ്കിൽ RSSനോട് മുഖത്തു നോക്കി പ്രതിരോധിച്ച രാഷ്ട്രീയ ചരിത്രമാണ് ഈ കേരളത്തിലെ SFIക്കുള്ളത്. നിങ്ങൾ പരിശോധിച്ചു നോക്കണം. പണ്ട് ചങ്ങനാശ്ശേരി NSS കോളേജിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ, BJPയുടെ ദേശീയ നിലവാരത്തിലേക്ക് ദേശീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ RSSന് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായ ആളുകളെ തിരികെ കയറ്റിയ ഒരു സെനറ്റ്. അതിനെതിരെ ഒരു ശബ്ദം ശബ്ദിക്കുവാൻ ഈ നാട്ടിലെ സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ല. ഈ നിമിഷം വരെ കേരളത്തിന്റെ സർക്കാരിന് അതിനെതിരെ ശബ്ദിക്കുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതിന് ശബ്ദിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നയിക്കുന്ന, അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കാൻ അറിയാം, ഈ നാടിനെ ഒറ്റുകൊടുത്ത സവർക്കറിന്റെയും ഗോൾവാക്കറിന്റെയും ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരി തിരികത്തിച്ച് മുട്ടുകുമ്പിട്ട് നിൽക്കുന്ന ചരിത്രമാണ് ഈ കേരളം ഭരിക്കുന്ന VD സതീശനുള്ളത്. അത് ഈ നാടിനെ RSSന്റെ കീഴിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പാനപാത്രമായി, എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാധനമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവും കേരളത്തിൽ സമ്മാനം കിട്ടിയ ഈ 102 സീറ്റ് എന്നുള്ള അഹങ്കാരവുമാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട UDFകാരാ, പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. ഇതിനേക്കാൾ വലിയ പെരുമഴയെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന സമയത്തും ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ MLA നാട്ടകം സുരേഷ് പറഞ്ഞതുപോലെ SFIയുടെ ആയുധപ്പുരയാണ് MG എന്ന് പറഞ്ഞാൽ, ഇതാ ഞങ്ങളുടെ മുൻപിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളും എന്നും അടങ്ങാത്ത സമരവുമാണ് ഞങ്ങളുടെ ആയുധപ്പുരയിലെ അവസാനത്തെ ആയുധമെന്ന് നിങ്ങൾ ആലോചിച്ചോളും. ഞങ്ങളുടെ ആയുധപ്പുരയിൽ അവസാനിക്കാത്ത ആയുധം എന്ന് പറയുന്നത് ഈ കയ്യിലിരിക്കുന്ന കൊടിയും ഒരിക്കലും നിരന്തരമായി നിൽക്കാതെ പോകുന്ന അനീതിക്കെതിരെ മുട്ടുമടങ്ങാത്ത സമരമെന്ന ആയുധമാണ് SFIയുടെ ആയുധപ്പുരയിൽ എല്ലാ കാലത്തും ഇരിക്കുന്നത്. RSSന്റെ വോട്ട് വാങ്ങി RSSന്റെ തിണ്ണ നിരങ്ങി ചെരുപ്പ് നക്കിയ നാട്ടക സുരേഷിന് അതറിയില്ല. നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതറിയില്ല. പക്ഷേ ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അതിന്റെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ പൊട്ടിയ തലയോട്ടിയും ഏന്തി പോയ നുറുങ്ങിയ എല്ലുകളുടെയും ചരിത്രം ഈ നാട്ടിലെ സമരോത്സുകമായ ഞങ്ങളുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തേക്ക് RSSകാരനെ തിരികെ കയറ്റാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. അത്ര പെട്ടെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രചാരകന്മാർക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അത്ര എളുപ്പം നുഴഞ്ഞു കയറാൻ കഴിയില്ല. കാരണം ഈ നാട്ടിലെ സർവകലാശാലകളും ഈ നാട്ടിലെ കോളേജുകളും വിദ്യാർത്ഥി സംഘബോധത്താൽ ഞങ്ങൾ ഉഴുതുമറിച്ച മതനിരപേക്ഷതയുടെ മണ്ണാണ്. അതിലേക്ക് അത്ര എളുപ്പം കേരളത്തിനകത്തേക്ക് RSSന്റെയോ BJPയുടെ നേതാക്കൾക്ക് കഴിഞ്ഞു കയറാൻ പറ്റില്ല. ഇതൊരു നിരന്തരമായ സമരമാണ്, ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമരം. ഈ നാടിനെ ഒരു വർഗീയവാദിക്ക് മുമ്പിലും ഞങ്ങൾ താഴ്ത്തിക്കൊടുക്കില്ല എന്നുള്ള സമരം. ഈ സമരത്തിന്റെ തുടക്കത്തിൽ ഇവിടെ എത്തിപ്പെട്ട മുഴുവൻ പേരെയും SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്ത് ഔപചാരികതയുടെ പേരിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം സഖാക്കളെ.